ഇന്ന് നമ്മളെ കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാട്ടോ നോക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള സ്റ്റിച്ചാണ്. ഇതുവരെ എല്ലാ സ്റ്റിച്ച് ചെയ്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, എളുപ്പമുള്ളതാണ്. പക്ഷേ ഇത് അതിനെക്കാട്ടിലും ചെയ്ത എല്ലാ സ്റ്റിച്ചിനെക്കാട്ടിലും എളുപ്പം കേട്ടോ. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതിന് 2 നീഡിൽ വേണം കേട്ടോ. നീഡിൽ ഇങ്ങനെ ത്രെഡ് കോർത്തത് കോൺട്രാസ്റ്റ് കളറാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഇതുണ്ടോ, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇതിൻ്റെ എൻഡിങ് പോയിന്റിലോട്ട് നമ്മൾ ആ 2 നീഡിൽ എടുത്തിട്ടുണ്ടല്ലോ, 2 കളർ ത്രെഡ് എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ത്രെഡ് ഇതുപോലെ കോർത്തെടുക്കുക. ഇതുണ്ടോ, ആ എൻഡിങ് പോയിന്റിലോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോലെ നമുക്ക് ആ ത്രെഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. ഇതുണ്ടോ, ഇതുപോലെ കുത്തിയെടുത്ത് കഴിയുമ്പോൾ കണ്ടല്ലോ. ഇനി നമ്മൾ അടുത്ത ത്രെഡില്ലേ, അടുത്ത നീഡിലെടുത്തിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ത്രെഡിൻ്റെ തൊട്ട് മേളിൽ കൂടെ സൂചി കുത്തിയെടുത്തിട്ട് ആ കുത്തിയെടുത്ത അതേ സെയിം പോയിൻറ്റിൻ്റെ നേരെ തൊട്ട് താഴോട്ട് ഈ സൂചി കുത്തി ഇറക്കുക. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ കുത്തിയെടുത്ത് അതിൻ്റെ നേരെ തൊട്ട് താഴോട്ട് ഇത് കണ്ടോ, ഇതുപോലെ കുത്തിയെടുത്ത് കഴിയുമ്പോൾ ഒരു കെട്ട് വീഴും. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ പോലെ നിൽക്കുന്ന ആ ത്രെഡിന് ഒരു കെട്ട് വീഴും. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യുക. ഇതുണ്ടോ, അതിൻ്റെ തൊട്ട് മേളിലായിട്ട് കുത്തിയെടുത്തു. ആ കുത്തിയെടുത്തതിൻ്റെ നേരെ താഴെയായിട്ട് നമ്മൾ വീണ്ടും സൂചി കുത്തിയിറക്കി ഒരു ലോക്ക് ഇട്ട് കൊടുത്തു. ഇതുപോലെ ചെയ്താൽ മതി. ഇത് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ടോ, നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എളുപ്പമുള്ള സ്റ്റിച്ചല്ലേ ഇത്. മറ്റുള്ള സ്റ്റിച്ചുകളെ പോലെയല്ലോ. ഇതാണ് ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ, ഏറ്റവും എൻഡ് എത്തുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടോ, കുറച്ച് ത്രെഡിന് ഇപ്പുറത്തോട്ട് മാറിയിട്ട് കുറച്ച് ത്രെഡ് ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്ന ത്രെഡ് കുറച്ച് കാണത്തക്ക രീതിയിൽ ഇട്ടിട്ട് ഇതുപോലൊരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമല്ലേ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും എളുപ്പം അല്ലേ? വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല.